Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അതായത് സെപ്റ്റംബറിൽ റിലീസ് ചെയ്യേണ്ട MacOS Ventura നമ്മുടെ ഈ പറയുന്ന ഒക്ടോബറിൽ നമുക്ക് അവസാനം കിട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ iOS 16.1 റിലീസ് ചെയ്യുന്നുണ്ട്, iPadOS 16.1 റിലീസ് ചെയ്യുന്നുണ്ട്, WatchOS 9.1 റിലീസ് ചെയ്യുന്നുണ്ട്, HomePodOSഉം tvOSഉം 16.1ഉം നമുക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ MacOS Ventura ഏതൊക്കെ ഡിവൈസിൽ സപ്പോർട്ട് ആവുമെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ലിസ്റ്റിലെ എല്ലാ ഡിവൈസുകൾക്കും നമുക്ക് ഈ പറഞ്ഞ MacOS Ventura നമുക്ക് സപ്പോർട്ട് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ MacOS Ventura'യും iOS 16.1ഉം അതേപോലെ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ കാര്യങ്ങളും ഒരു വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബറായിട്ടും ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ അത് മറന്നു പോകാതെ നിങ്ങൾ കാണുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ MacOS Ventura'യിൽ നമുക്ക് എന്തൊക്കെയാണ് പുതിയതെന്ന് നമുക്ക് നോക്കാം. മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ എബൌട്ട് മാക്കിലാണ്. എബൌട്ട് മാക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മാക്കിലെ ആപ്പിൻ്റെ ഐക്കൺ നമ്മൾ ടാപ്പ് ചെയ്യുക. നമ്മുടെ എബൌട്ട് മാക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ആദ്യത്തെ ഒരു മാറ്റം. ഈ ഒരു ഓവർവ്യൂ തന്നെ ഇപ്പോൾ നമുക്ക് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. പിന്നീട് വരുമ്പോൾ നമ്മുടെ ഈ മോർ ഇൻഫോയിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇത്രയും നാളുണ്ടായ ആ ഒരു മാക്കിൻ്റെ സിസ്റ്റം പ്രിഫറൻസ് അല്ല ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ കാണുന്നത് സിസ്റ്റം സെറ്റിങ്സ് എന്ന ഓപ്ഷനാണ് ഈ ഒരു കാര്യങ്ങൾ കാണുന്നത്. നമ്മുടെ iOSലും iPadOSലൊക്കെ നമുക്ക് ഫെമിലിയറായ ആ ഒരു സിസ്റ്റം സെറ്റിങ്സ് ആണ് ഇപ്പോൾ നമ്മുടെ മാക്കിലും വന്നിരിക്കുന്നത്. ഇവിടെ ജനറൽ എന്ന് നോക്കുമ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായ മാക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഫുൾ ഇൻഫർമേഷൻസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വാൾപേപ്പർ നോക്കുകയാണെങ്കിൽ വാൾപേപ്പറിൽ നമ്മുടെ ഈ പറഞ്ഞ MacOS Ventura'യുടെ വാൾപേപ്പറും നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഡാർക്കും പിന്നെ ലൈറ്റുമായിട്ടുള്ള ആ ഒരു MacOS Ventura'യുടെ വാൾപേപ്പർ വന്നിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കളേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഒരു കളേഴ്സ് ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വാൾപേപ്പറും ആ ഒരു കളർ അനുസരിച്ച് മാറുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് വന്ന മാറ്റം എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്പോർട്സ് സെർച്ചിലാണ് അടുത്ത മാറ്റം വന്നിരിക്കുന്നത്. സ്പോർട്സ് സെർച്ച് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോർട്സ് സെർച്ചിൽ കൂടെ തന്നെ കുറേയധികം ആക്ഷൻസ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് സെറ്റ് ടൈമർ ഫോർ 10 minutes എന്ന് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കിപ്പോൾ തന്നെ ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ അതായത് സഫാരിയുടെ കുറേ റിസൾട്ട് വരും, സിറി സജഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരും. അതേപോലെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു റിസൾട്ട് ഇപ്പോൾ വരികയായിരിക്കും. അതേപോലെ ഇപ്പോൾ ഞാനിപ്പോൾ MacOS ടൈപ്പ് ചെയ്തു. MacOS ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സിറിയുടെ കുറേ സജഷൻസ് വരും. അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ സഫാരിയുടെ കുറേ സെർച്ച് വരും. അതേപോലെ നമുക്ക് കുറേ അധികം സെർച്ചിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ പറയുന്ന സ്പോർട്സ് സെർച്ചിൽ കൂടെ തന്നെ നമുക്കിപ്പോൾ ലഭിക്കുന്നതാണ്. പിന്നീട് വന്ന മാറ്റമാണ് നമ്മുടെ എല്ലാ കൂട്ടുകാരും MacOS Ventura'യിൽ വെയിറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം സ്റ്റേജ് മാനേജർ എന്ന് പറയുന്നത്. ഒരു സ്റ്റേജ് മാനേജർ ഓൺ ചെയ്യുന്നതിനോട് മുമ്പ് ഞാൻ കുറച്ച് ആപ്പുകൾ എടുക്കാം. ഞാൻ ഇതെടുത്തിട്ടുണ്ട്. നമ്മുടെ സഫാരി, പിന്നെ കലണ്ടർ, മ്യൂസിക്, പിന്നെ ഒരു ആപ്പ് സ്റ്റോർ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും 1, 2, 3, 4 ആപ്പുകൾ ഞാനിപ്പോൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈൻഡറും ഓൾറെഡി കിടക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്ററിൽ പോയി നമ്മുടെ സ്റ്റേജ് മാനേജർ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ എടുത്ത എല്ലാ ആപ്ലിക്കേഷൻസും എന്ത് ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ. അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു കേഴ്സർ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു മൗസ് പോയിൻ്റർ ഞാൻ ഇവിടെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നീട് നമ്മുടെ ഈ ഒരു ടാബ് നമ്മൾ ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആ ഒരു എല്ലാ റീസെൻറ്റ് അല്ലെങ്കിൽ എല്ലാ ബാക്ക്ഗ്രൗണ്ട് ടാബുകളും
ജസ്റ്റ് ക്ലോസ് ആയി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു മൗസ് പോയിൻ്റർ ജസ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ ലെഫ്റ്റ് സൈഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് എല്ലാ ടാബുകളും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മുടെ ടാബ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ സ്റ്റേജ് മാനേജർ യൂസ് ചെയ്യുമ്പോഴുള്ള ആ ടാബുകൾ ഫുള്ള് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നീട് ഞാനിപ്പോൾ ഈ ഒരു ടാബ് ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ എടുക്കാൻ പോകുന്നത് നമ്മുടെ സഫാരിയാണ്. സഫാരി എടുത്തിട്ട് ഞാൻ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു പുതിയ വിൻഡോ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗൂഗിളും ഞാനിപ്പോൾ മിനിമൈസ് ചെയ്തു. നമ്മുടെ ഈ പറയുന്ന ഈ ഒരു സഫാരിയുടെ പേജും ഞാൻ മിനിമൈസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 2 പേജ് എൻ്റെ ഈ ഒരു സഫാരിയിൽ കിടക്കുന്നത്. അത്രയും ആക്യുറേറ്റും അത്രയും ഓർഗനൈസ്ഡുമായിട്ട് നമുക്ക് ഈ പറയുന്ന macOS വെഞ്ചുറയിൽ ഈ ഒരു സ്റ്റേജ് മാനേജർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാമറ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ക്യാമറ നമ്മുടെ ഏറ്റവും അടിപൊളിയായുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ടൈം ഇപ്പോൾ ഓൺ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണാൻ പോകുന്ന ഈ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഈ ഒരു മാക്കിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു വിഷ്വൽസാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫുൾ വിഷ്വലും നമ്മുടെ മാക്കിൻ്റെ വെബ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ iPhone 11 ആണുള്ളത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എൻ്റെ ഫോൺ ഇപ്പോൾ എൻ്റെ ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഓൺ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഈ ഒരു എഡിറ്റ് എന്ന ഈ ഒരു സെഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ക്യാമറ കുറച്ച് ബാക്കിലേക്ക് വെക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഓപ്ഷൻ ആക്സസ് ചെയ്യുമ്പോൾ എൻ്റെ മുഖം ഒരു അത് ചക്ക പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണിക്കാൻ വേണ്ടി എൻ്റെ ഫോണിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ എബിൻസ് iPhone 11 ക്യാമറ എന്ന ഓപ്ഷൻ ഇപ്പോൾ സെലക്ട് ചെയ്യണം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ പറയുന്ന iPhone 14 നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുന്നത്. കാരണം നമ്മുടെ ഈ ഒരു വെബ് ക്യാമറയായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ iPhone 11 ആ ഒരു ക്യാമറയാണ്. 14 വായ വരുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ ടാപ്പ് ചെയ്തതിനാൽ നമ്മുടെ ഇവിടെ വീഡിയോ എഫക്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ ടാപ്പ് ചെയ്ത് വീഡിയോ എഫക്ട്സ് ഓൺ ചെയ്യുമ്പോൾ സെൻറ്റർ സ്റ്റേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്താൽ എൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ് ഈ ഒരു സെൻറ്റർ സ്റ്റേജായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നീട് ഞാൻ സൈഡിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ ഒരു അൾട്രാ ലെൻസ് അല്ലെങ്കിൽ അൾട്രാ വൈഡ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ സെൻറ്റർ സ്റ്റേജ് ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ആ ക്വാളിറ്റി വീഡിയോ കിട്ടും. പിന്നീട് ഞാൻ പോർട്രേറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നല്ല രീതിക്ക് ബ്ലർ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഡെസ്ക് വ്യൂ എന്ന ഓപ്ഷൻ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ്. ഡെസ്ക് വ്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു സ്റ്റേജ് മാനേജറിൽ എൻ്റെ മുഖം. പിന്നീട് ഞാൻ ഡെസ്ക് വ്യൂ കാണിക്കുമ്പോൾ എൻ്റെ ഈ ഒരു പ്ലോട്ടാണ് ഡെസ്ക് വ്യൂ ആയിട്ട് എനിക്ക് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ സ്റ്റാർട്ട് ഡെസ്ക് വ്യൂ എന്ന ഓപ്ഷൻ ഓൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഈ ഒരു അൾട്രാ വൈഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡെസ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു കാര്യം നമുക്ക് ഇത്രയും കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ കോംപ്യൂട്ടേഷണൽ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. ഈ ഒരു കാര്യത്തിലാണ് നമ്മുടെ ഈ ഡെസ്ക് വ്യൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ബെറ്ററായിട്ട് നമ്മൾ കാണിക്കുന്നത്. അടുത്ത മാറ്റം നമ്മുടെ ഫേസ് ടൈമിലാണ്. ഫേസ് ടൈമിൽ നമുക്കിപ്പോൾ ഹാൻഡ് ഓഫിൻ്റെ ഒരു കുറച്ചും കൂടെ എക്സ്പാൻഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയ ഒരു പുതിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഡിവൈസിൽ ഇപ്പോൾ ഞാൻ മാക്കിലാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു കോള് ഡ്രോപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ ഐഫോണിലേക്ക് എനിക്ക് ആ ഒരു കോള് അല്ലെങ്കിൽ ഐപാഡിലേക്ക് ആ ഒരു കോള് നേരെ സ്വിച്ച് ചെയ്ത് എനിക്ക് ആ ഒരു കോള് കട്ട് ചെയ്താൽ തന്നെ ആ ഒരു കോള് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം ഞാൻ എങ്ങനെയാണ് ആ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ഫേസ് ടൈം കോളൊന്നും ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രാത്രി സമയമാകൊണ്ടാണ് എനിക്ക് ഒരു ഫേസ് ടൈം ഒന്നും ചെയ്യാൻ പറ്റാത്തത്. പിന്നീട് വന്ന അടുത്ത മാറ്റം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ macOS വെഞ്ചൂറ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 2 പുതിയ ആപ്പുകൾ നമുക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ ഈ പറയുന്ന വെതർ എന്ന ആപ്പ്. ഈ ഒരു വെതർ ആപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ macOSൽ ആദ്യമായിട്ടാണ് നമുക്കിപ്പോൾ ഒരു വെതർ ആപ്പ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത വരുന്ന ആപ്പ് നമ്മുടെ ക്ലോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പാണ്. ഈ ഒരു ആപ്പ് നമ്മുടെ ഐഫോണിലും നമ്മുടെ ഐപാഡിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് അലാറം സെറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യാം, ടൈമർ സെറ്റ് ചെയ്യാം എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു
ക്ലോക്ക് എന്നുള്ള ആപ്പിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ലൈവ് ക്യാപ്ഷൻസ് എന്ന ഓപ്ഷനാണ്. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിലേക്ക് പോയി കണ്ട് നമ്മുടെ ഈ ലൈവ് ക്യാപ്ഷൻ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലൈവ് ക്യാപ്ഷൻസ് ബീറ്റ എന്ന്. ഈ ഒരു കാര്യം ഇപ്പോഴും ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ ഇപ്പോഴും ഒഫീഷ്യലി ആപ്പിൾ റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ പറയുന്ന ലൈവ് ക്യാപ്ഷൻസ് ബീറ്റ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പിന്നീട് പറയുന്നത് നമുക്കിവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം. ഹായ് എവരിവൺ, ദിസ് ഈസ് എബിൻ ഫ്രം എവിക്ക. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു കാര്യം ബീറ്റ എന്നായതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞ ആ ഒരു വേർഡ്സ് പോലും നമുക്കിപ്പോൾ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നില്ല. പിന്നീട് വന്ന മാറ്റം നമ്മുടെ മെയിൽ എന്ന് പറഞ്ഞ ആപ്പിലാണ്. മെയിൽസ് ആപ്പിൽ നമുക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ iOS 16 വന്ന പോലെ ആ ഒരു മെയിൽ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഏത് ടൈമിൽ വേണം ആ ഒരു മെയിൽ നമുക്ക് സെൻഡ് ചെയ്യാന്നുള്ള ഓപ്ഷൻ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി അടിച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ എന്തെങ്കിലും സബ്ജക്റ്റ് ഇപ്പോൾ ട്രയൽ എന്നാണ് സെൻഡ് ചെയ്തു. ട്രയൽ എന്നാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ കാണുന്ന ആരിൽ ടാപ്പ് ചെയ്താൽ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും സെൻഡ് നൗ, സെൻഡ് അറ്റ് 8 AM, സെൻഡ് ലേറ്റർ എന്ന്. ഈ ഒരു സെൻഡ് ലേറ്റർ എടുത്താൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമും ഡേറ്റും സെറ്റ് ചെയ്താൽ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു മെയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ macOS വെഞ്ചുറയിൽ നമുക്ക് വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ OSൻ്റെ വീഡിയോസും അതേപോലെ ടിപ്സും ട്രിക്സും എല്ലാം നിങ്ങൾക്ക് മറന്നു പോകാതെ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഞാൻ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതല്ല നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് ലഭിക്കുമെങ്കിൽ അവിടെ നമുക്കൊരു ഫോം വഴിയുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് Xavier signing from Abin.